നമസ്കാരം. ഓം ശ്രീ സായിരാം. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്നും ശ്രീ സത്യസായി സേവാ സംഘടനയുടെ നേതൃത്വത്തിലുള്ള സേവാ പ്രവർത്തകർ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സേവന പ്രവർത്തനങ്ങൾക്കായി 28/6/2024 വൈകുന്നേരം 6 മണിക്ക് പുട്ടപർത്തിയിലേക്ക് യാത്ര പുറപ്പെട്ടു. കണ്ണൂർ ബാംഗ്ലൂർ ട്രെയിനിലാണ് യാത്ര. നമസ്കാരം. ഞാൻ ഇരുവൽ രാംദാസ് വാഴുന്നവർ. കഴിഞ്ഞ ജൂൺ ജൂലൈ മാസത്തിൽ പുട്ടപർത്തി സായി ഭക്തന്മാരുടെ ഒരു സംഘം നമ്മളെ കേരള ഘടകത്തിൻ്റെ 2 വിഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം പോയത്. അപ്പോൾ ഏകദേശം തൃശ്ശൂർ മുതൽ നമ്മുടെ കാസർഗോഡ് വരെയുള്ള സേവതാൾമാരുടെ സേവ ഒരു വർഷം തോറും ഞങ്ങൾ ഒരു ടീമാക്കിയിട്ട് നമ്മൾ പോകാറുണ്ട്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഞാനും അതിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മളെ ജീവിതത്തിൽ നല്ലൊരു അനുഭവം നമുക്ക് കിട്ടുന്ന ഒരു തീർത്ഥാടനമാണ് ഈ പുട്ടപർത്തി പ്രശാന്തി നിലയത്തിലുള്ള ഈ സേവാ പ്രവർത്തനം എന്ന് പറയുന്നത്. ഒരടുക്കും ചിട്ടിയും വരാനും നമ്മുടെ ജീവിതം തന്നെ നല്ല രീതിയിൽ പാകപ്പെടുത്താനുള്ള ഒരു സന്ദർഭമാണ്. അതുപോലെ തന്നെ നല്ലൊരു കേന്ദ്രമാണ് ഈ സായി കേന്ദ്രം, പുട്ടപർത്തിയിലെ സായി കേന്ദ്രം. ഞങ്ങളെ ഉദ്ദേശം ഒരു 120ഓളം സ്ത്രീകളും പുരുഷന്മാരും അടക്കം നമ്മൾ ഇപ്രാവശ്യത്തെ ഈ സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ പൂജാരി ഒരു 4-4:30 കൂടി പൂജാരി വരും. അപ്പോൾ അദ്ദേഹം വലിയൊരു പണ്ഡിതനാണ്, ഒരു റിട്ടയർഡ് പ്രൊഫസറാണ്. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന് വേണ്ടുന്ന പൂജ, അഭിഷേകം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടുന്ന മാലകൾ, അതുപോലെ തന്നെ അതിന് വേണ്ട നൈവേദ്യക്കാൻ വേണ്ടതായ സാധനങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ട് റെഡിയാക്കിയിട്ട് വെക്കണം. പിന്നെ അവിടുത്തെ ഏറ്റവും നല്ല എനിക്ക് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ അവിടുത്തെ ക്ലീനിങ് ആണ്. ഇത്ര ക്ലീൻ ചെയ്യുന്ന ഒരു സ്ഥലം, അതായത് നമ്മൾ സേവതാൾമാർ തന്നെ ഒക്കെ ആ ക്ഷേത്ര അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ വളരെ പവിത്രമായിട്ട് വളരെ ക്ലീനിങ്ങോടുകൂടി നോക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് അവിടെ കാണുന്നത്. അത് നമുക്ക് വേറൊരു ക്ഷേത്രത്തിലും നമ്മൾക്ക് അത് ലഭിക്കില്ല. അത് നമുക്ക് കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. ഈ പ്രസാദമോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല അവിടുത്തെ മുഖ്യം. അവിടെ ഈ ഗണപതി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു തേങ്ങ ഉടക്കുന്നതാണ് പ്രധാന വഴിപാട്. അപ്പോൾ ആ തേങ്ങ വിൽക്കില്ല. ഇവർ എല്ലാം ക്ഷേത്രത്തിൻ്റെ ആവശ്യത്തിലേക്ക് അവിടെ ഈ തേങ്ങ അത് ഇതാക്കിയിട്ട് അവർ എണ്ണ, അവർക്ക് സ്വന്തം മില്ലുണ്ട്, ആ മില്ലിൽ വെച്ചിട്ട് എണ്ണ അവിടത്തേക്ക് തന്നെ ആവശ്യത്തിന് എടുക്കുകയാണ്. സമസ്ത ലോക സുഖിനോ ഭവന്തു. സേവനം ഈശ്വര സേവയായി അനുഷ്ഠിച്ചു പോരുന്ന ഒരു സംഘടനയാണ് ശ്രീ സത്യസായി സേവാ സംഘടന. 1965 ഭഗവാൻ ശ്രീ സത്യസായി ബാബയാൽ സ്ഥാപിക്കപ്പെട്ട ശ്രീ സത്യസായി സേവാ സംഘടന അടിസ്ഥാനപരമായി ഒരു ആധ്യാത്മിക സംഘടനയാണ്. വ്യക്തിയുടെ ആന്തരിക ചൈതന്യം സാക്ഷാത്കരിക്കുക എന്നതാണ് സംഘടനയുടെ അടിസ്ഥാന ലക്ഷ്യം. നാമജപം, ഭജന തുടങ്ങിയ ആത്മീയ സാധനക്കുള്ള തയ്യാറെടുപ്പ് എന്താണെന്ന് ഭഗവാൻ ഉത്ബോധിപ്പിക്കുന്നു. ആധ്യാത്മികത എന്നതുകൊണ്ട് കേവലം ഭജനയും ധ്യാനവും ജപവും മാത്രമല്ല, വ്യക്തിഗത സാധന, കുടുംബ സാധന, സാമൂഹിക സാധന, ഓരോ സാധനയിലും അനുവർത്തിക്കേണ്ട സാധനാ മുറകളുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളുടെയും അന്തർധാരയായി വർത്തിക്കുന്നത് വ്യക്തിയുടെ ആധ്യാത്മിക ഔന്നത്യവും ജീവിത ലക്ഷ്യപ്രാപ്തിയുമാണ്. കാസർഗോഡ് ജില്ലാതല സത്യസായി സേവാ സംഘടന രൂപവൽക്കരിച്ചത് 2004 ശ്രുതിശുദ്ധമായ സംഗീതത്തിൻ്റെയും വേദമന്ത്രോച്ചാരണങ്ങളുടെയും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്താൽ ചൈതന്യം തുളുമ്പുന്ന പുട്ടപർത്തി എന്ന ദേവനഗരം. പുലരിയുടെ പ്രകാശം പരക്കുമ്പോൾ പക്ഷികളുടെ മനോഹരമായ ശബ്ദങ്ങൾ സേവാദൾ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയായി. പ്രശാന്തി നിലയത്തിലെ ഓരോരോ പ്രവർത്തനങ്ങളും ഉണരുകയായി. സായിരാം സായിരാം വിളികൾ മാത്രം. സേവാദൾ പ്രവർത്തകരെയും കാത്ത് കാപ്പി, ചായ, തട്ടുകടക്കാർ തയ്യാറായി.
പൂക്കച്ചവടക്കാരും തേങ്ങാ കച്ചവടക്കാരും റെഡിയായി. വേദപണ്ഡിതന്മാർ, സംഗീത വിദ്വാൻമാർ, പണ്ഡിതന്മാർ എന്ന് വേണ്ട എല്ലാ വിഭാഗം ജനങ്ങളുടെയും ചുണ്ടുകളിൽ ഒരേ ഒരു മന്ത്രം മാത്രം: ഓം ശ്രീ സായിരാം. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയായ പുട്ടപർത്തിയുടെ ഓരോ മണൽത്തരികളും നമ്മളോട് പറയുന്നത് പോലെ തോന്നും, ഇവിടെ എത്താൻ എന്തേ ഇത്ര വൈകിയെന്ന്. അത്രയ്ക്ക് ഗൃഹാതുരത്വം തോന്നുന്ന ഈ പുണ്യഭൂമിയിൽ കാലെടുത്ത് വെക്കാൻ കഴിയുന്നത് തന്നെ മഹാഭാഗ്യമായി കരുതുന്ന ലക്ഷോപലക്ഷം സായി ഭക്തർ നിത്യേന പ്രശാന്തി നിലയം ലക്ഷ്യമാക്കി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുമായി എത്തിച്ചേർന്നു കൊണ്ടിരിക്കുന്നു. മനുഷ്യജന്മത്തിൽ പിറന്ന ഏതൊരാളും ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് ഈ പരിപാവനമായ പുണ്യഭൂമി. ശുചിത്വത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന ഈ ദേവനഗരിയിലെ ഓരോ മുക്കിലും മൂലയിലും സേവാദൾ പ്രവർത്തകർ അതിരാവിലെ മുതൽ പ്രവർത്തന നിരതരായി കഴിഞ്ഞു. സേവയുടെ പ്രാധാന്യം എന്താണെന്ന് പഠിക്കാൻ സേവാദൾ പ്രവർത്തകർ പുട്ടപർത്തിയിൽ രാജ്യത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്നും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. യാതൊരു തിക്കും തിരക്കും എവിടെയും കാണാനില്ല. പരസ്പര ബഹുമാനത്തോടെയുള്ള പെരുമാറ്റം. എല്ലാ ചുണ്ടുകളിലും സായിറാം എന്ന മന്ത്രം മാത്രം. അഭിസംബോധന ചെയ്യാനും വിളിക്കാനും എല്ലാമെല്ലാം സായിറാം എന്ന ഒരേ ഒരു നാമം മാത്രം. ശ്രീകൃഷ്ണ ഭഗവാന്റെ കുസൃതി നിറഞ്ഞ ബാല്യകാലത്തെ അനുസ്മരിക്കുന്ന ഗോപാലകന്മാരുടെ കളിച്ചിരികളാൽ മുഖരിതമായിരുന്നുവത്രേ ഈ ഗ്രാമം. ഗ്രാമവാസികൾ ശാന്തശീലരും ഐശ്വര്യമുള്ളവരുമായിരുന്നു. ഒരു ദിവസം ധാരാളം പാൽ തരുന്ന ഒരു പശുവിൻ്റെ അകിട് ശൂന്യമായി കാണുകയും ഇതിൻ്റെ കാരണമന്വേഷിക്കാൻ തുനിഞ്ഞ ഗോപാലകൻ കണ്ടത് പശു തൻ്റെ സ്വന്തം കിടാവിനെ തൊഴുത്തിൽ ഒറ്റയ്ക്ക് വിട്ട് ഗ്രാമത്തിലെ ഒരു പുറ്റിനെ ലക്ഷ്യമാക്കി നടന്നു പോകുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് കണ്ടത്. ഒരു സർപ്പം പുറ്റിന് പുറത്തു വന്ന് വാൽ കുത്തി നിന്ന് പശുവിൻ്റെ പാല് കുടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത് കണ്ട് കുപിതനായ ഗോപാലകൻ ഒരു വലിയ കല്ലെടുത്ത് സർപ്പത്തിൻ്റെ പുറത്തിടുകയും വേദന കൊണ്ട് പുളഞ്ഞ സർപ്പം ശപിക്കുകയും ഭാവിയിൽ ആ ഗ്രാമം പുറ്റുകളെ കൊണ്ട് നിറയുകയും ചെയ്തുവത്രേ. കാലക്രമേണ കന്നുകാലികളുടെ ആരോഗ്യം ക്ഷയിക്കുകയും ഗ്രാമം മുഴുവനും പുറ്റുകളാൽ നിറയുകയും ചെയ്തു. ഗ്രാമത്തിന് ഗ്രാമവാസികൾ വാൽമീകപുരം എന്ന് നാമകരണം ചെയ്തു. ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വം സ്നേഹമാണെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി തരുന്ന സന്ദേശമാണ് പുട്ടപർത്തിയിലെ ഓരോ കാര്യങ്ങളും. ശ്രീ സത്യസായി മെഡിക്കെയർ നമ്മെ പഠിപ്പിക്കുന്നതും ഈ പരമമായ സത്യമാണ്. ഒരു ഡോക്ടർ രോഗികളോട് എങ്ങനെ പെരുമാറണം എന്ന് കാണാൻ ശ്രീ സത്യസായി മെഡിക്കെയറിൽ വരിക. സ്നേഹവും സാന്ത്വന വാക്കുകളും രോഗികളിൽ ധൈര്യവും സമാധാനവും നിറക്കുന്നതിലൂടെ അവരുടെ രോഗം പെട്ടെന്ന് സുഖപ്പെടുന്നു. 1950കളിൽ പുട്ടപർത്തിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ കുറവായിരുന്നു. ഭഗവാന്റെ അമ്മ ഈശ്വരാംബ സ്വാമിയോട് ഒരു ആശുപത്രിയുടെ ആവശ്യകതയെക്കുറിച്ച് സൂചിപ്പിച്ചു. കരുണാമയനായ സ്വാമി ലോക നിലവാരമുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി തന്നെ പുട്ടപർത്തിയിൽ നിർമ്മിച്ചു. ശുചിത്വത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന ഈ ദേവനഗരിയിലെ ഓരോ മുക്കിലും മൂലയിലും സേവാദൾ പ്രവർത്തകർ അതിരാവിലെ മുതൽ പ്രവർത്തന നിരതരായി കഴിഞ്ഞു. സേവയുടെ പ്രാധാന്യം എന്താണെന്ന് പഠിക്കാൻ സേവാദൾ പ്രവർത്തകർ പുട്ടപർത്തിയിൽ രാജ്യത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്നും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. യാതൊരു തിക്കും തിരക്കും എവിടെയും കാണാനില്ല. പരസ്പര ബഹുമാനത്തോടെയുള്ള പെരുമാറ്റം. എല്ലാ ചുണ്ടുകളിലും സായിറാം എന്ന മന്ത്രം മാത്രം. അഭിസംബോധന ചെയ്യാനും വിളിക്കാനും എല്ലാമെല്ലാം സായിറാം എന്ന ഒരേ ഒരു നാമം മാത്രം.
ഫോട്ടോഗ്രാഫിക്ക് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയതുകൊണ്ട് പുട്ടപർത്തിയിലെ എല്ലാ കാഴ്ചകളും ക്യാമറയിൽ പകർത്തുവാൻ സാധിച്ചില്ല. എന്നിരുന്നാലും പുട്ടപർത്തി എന്ന പരിപാവനമായ മണ്ണിലേക്ക് ഭഗവത് ദർശനത്തിനായി ഓരോ ഭക്തജനങ്ങളും എത്തിച്ചേരുവാൻ ഈ എളിയ ശ്രമം ഇടയാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ചിത്രാഞ്ജലി ആർട്സിനൊപ്പം ജിഷ ജയരാജ്. നന്ദി, നമസ്കാരം.